പറഞ്ഞല്ലോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. എല്ലാവരോടും എന്നെ വിളിച്ചല്ലോ, എത്രയോ പേര് വിളിച്ചു. FCRAനെ കുറിച്ച് പ്രചരണം നടത്തുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി പറയുന്നുണ്ട്. അതിലെന്താണ് സത്യം എല്ലാം ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ. അല്ല, അതിലൊന്നുമില്ല. ഞാൻ അത് വായിച്ച് പഠിച്ചതാണല്ലോ, ഞാൻ പറഞ്ഞു, അത് ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടക്കുമ്പോൾ നോക്കൂ, 5-6 ദിവസം മുമ്പേ ഡീലിൻ്റെ പ്രചരണം നടത്തില്ലേ, അതിങ്ങനെ ഒരു ഡെലിബറേറ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യല്ലേ. എങ്ങനെയെങ്കിലും ഈ വികസനം എന്ന ഒരു ഇഷ്യൂ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു, ഇത് പാസ് ചെയ്യണ്ട, ഇപ്പോൾ പാസ് ചെയ്തിട്ട് കാര്യമില്ല, ഇവരിങ്ങനെ ഒരു പ്രചരണം നടത്തും, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ പാസ് ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ് ശ്രമിച്ചു.